ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി പോളക്കുളത്ത് നമുക്കൊപ്പം ചേരുകയാണ്. കൊച്ചി റിനൈ മെഡിസിറ്റി ആശുപത്രിയുടെ മെഡിക്കൽ ഡയറക്ടറാണ് ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി പോളക്കുളത്ത്. അദ്ദേഹം തത്സമയം ചേരുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടറെ കുറച്ച് നേരമായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. താങ്കൾക്കറിയാം, നമ്മുടെ പ്രേക്ഷകരും നാട്ടുകാരും മുഴുവൻ വളരെ ഉത്കണ്ഠാഭരിതരാണ്. പ്രത്യേകിച്ച് ഉമാ തോമസിനെ പോലെ വളരെ പ്രമുഖയായ ഒരു MLA-ക്കാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഉമാ തോമസിൻ്റെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് SK. ഇപ്പോഴത്തെ നിലയിൽ സ്റ്റേബിളാണ്. ഇന്നലത്തെ രാത്രി വെച്ച് നോക്കുമ്പോൾ ഷീ ഈസ് എ ബിറ്റ് ബെറ്റർ. ഇന്നലത്തേക്കാളും കുറച്ച് പുരോഗതിയുണ്ട് ആൾക്ക്. ഇപ്പോഴും ICUലാണ് തുടരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, കോട്ടയത്ത് നിന്ന് ഡോക്ടർ ജയകുമാർ നേതൃത്വത്തിലുള്ളൊരു മെഡിക്കൽ സംഘം വന്നു. കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും ഉണ്ടല്ലോ. നിങ്ങൾ സംയുക്തമായ ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാര്യം ഒന്ന് പറയൂ. ഓക്കെ, ഇന്നലെ വന്നപ്പോൾ നല്ലൊരു ഇഞ്ചുറിയോട് കൂടിയാണ് വന്നത്. ഒരു 18 മുതൽ 20 അടി മേലേന്ന് വീണിട്ടാണ് MLA എത്തിയത്. വന്നപ്പോൾ GCS ഞങ്ങൾക്കൊരു സ്കോറിംഗ് ഉണ്ട്, ബ്രെയിനിൽ എത്ര കോൺഷ്യസ് ലെവലും അളക്കുന്നത്. അത് 8/15 8 ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വെന്റിലേറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് സ്കാൻ എടുത്തപ്പോഴാണ് ബ്രെയിനിൽ നല്ല ഇഞ്ചുറി ഉണ്ട്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഇല്ലെങ്കിലും ആക്സോണൽ ഇഞ്ചുറി എന്ന് പറയും, സ്റ്റേജ് 2 ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി. അത് ഈ ഷെയ്ക്കിംഗ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ ബ്രെയിൻ. അപ്പോൾ ആക്സോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ കോശങ്ങളിലുണ്ടാവുന്ന ചതവ് കൊണ്ട് വരുന്നതാണത്. അതും പിന്നെ ലങ്സിനകത്ത് ഇഞ്ചുറി ഉണ്ട്. അത് ഈ റിബ്സ് ഫ്രാക്ചറായിട്ട് മൾട്ടിപ്പിൾ റിബ് ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് റൈറ്റിലെ 3 റിബും ലെഫ്റ്റിലെ ഒരു ഫസ്റ്റ് റിബും ഫ്രാക്ചറാണ്. ഈ ഫസ്റ്റ് റിബ് ഫ്രാക്ചർ ആവുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഗ്രേവിയസ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ഗ്രാവിറ്റി ഓഫ് ദ ഫോൾ ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് റിബ് സാധാരണ രീതിയിൽ അങ്ങനെ ഫ്രാക്ചർ ആവില്ല. അത്രയും ഗ്രാവിറ്റി ഓഫ് ദ ഫോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് റിബ് ഫ്രാക്ചർ ആവൂ. ഡോക്ടറെ, ഈ ഉമാ തോമസ് വീണതിലെ ഒരു ചിലരൊക്കെ ഒരു സംശയം പറയുന്നുണ്ട്. ആദ്യമൊക്കെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 20 അടി താഴ്ചയിലേക്ക് ഉമാ തോമസ് വീണുന്നായിരുന്നു. എന്നാൽ 10 അടി എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഈ മെഡിക്കൽ പരിശോധന അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം എത്ര അടി താഴ്ചയിലേക്കാണ് ഇവർ വീണത്? നമുക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല സ്കെയിൻ. നമുക്കത് ആളെന്ന് പറയാൻ പറ്റത്തില്ല എങ്ങനെ വീണതെന്നുള്ളത്. പക്ഷേ അവിടുത്തെ ഒരു 18 to 20 ഫീറ്റാണ്. കാരണം അവിടുത്തെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഒരു ഇരിക്കുന്നതിൻ്റെ കൈവരിയുടെ മുകളിൽ പ്ലാറ്റ്ഫോം വെച്ചിട്ട് ചെയ്തതുകൊണ്ട് കാണാൻ അങ്ങനെ. അപ്പോൾ അതിനൊരു ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് വീണതെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അങ്ങനെ വന്നു നമ്മൾ നല്ലൊരു ലാസറേറ്റഡ് വൂണ്ട് ഉണ്ടായിരുന്നു സ്കാൽപ്പിൽ. അപ്പോൾ നന്നായിട്ട് ബ്ലഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ്ലി OT-യിൽ കയറ്റി. അത് വേറെ ബ്രെയിനിൽ സർജറിയോ വേറെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇത് മാത്രം നമ്മൾ സ്യൂച്ചർ ചെയ്തു. അതേമാതിരി പുരികത്തിലും നല്ലൊരു വൂണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലാസ്റ്റിക് സർജൻ അത് ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പല ലെയേഴ്സ് ഓഫ് സ്കിൻ ഉള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതും ഇന്നലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെന്റിലേറ്ററിലാണ് പേഷ്യൻറ്റ്. ആൻഡ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇന്നലെ രാത്രി വന്നിരുന്നു. അവരൊരു 11-11:30 വന്നിരുന്നു. അവരൊരുമിച്ച് എല്ലാം നോക്കി, അവരെല്ലാം അസസ് ചെയ്തു. ദേ ആർ ഹാപ്പി വിത്ത് വാട്ട് വി ആർ ഡൂയിങ്. അവരിത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് കൂടുതൽ വേണ്ടി വന്നു. അപ്പോൾ നമ്മളൊന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ കൊളാപ്സ് മാരെ കണ്ടു ലങ്സിൽ. അപ്പോൾ അത് നമ്മൾ ബ്രോങ്ക് എന്ന് പറഞ്ഞാൽ ബ്രോങ്കോസ്കോപ്പി, ഒരു ട്യൂബ് ഇട്ടിട്ട് അപ്പോൾ ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ആസ്പിറേറ്റ് ചെയ്തിട്ട് നമ്മളത് ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് ആ ബ്ലഡ് ക്ലോട്ട് എടുത്ത് മാറ്റിയായിരുന്നു ഇന്നലെ രാത്രി. അതൊരു 2 o'clock നടന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനും പോകുന്നത്. സോ അതർവൈസ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആൾ സ്റ്റേബിളാണ്. ചെറിയൊരു BP ഫ്ലക്ച്വേഷൻ ഒഴിച്ചാൽ ഷീസ് സ്റ്റേബിൾ. അതർവൈസ് പക്ഷേ വെന്റിലേറ്ററിൽ തന്നെയാണ്. നമുക്ക് അടുത്ത ഒരു വൈകുന്നേരം വരെയും കൂടി ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അസസ്മെൻറ്റ് ചെയ്യാനോ പറയാനോ പറ്റത്തുള്ളൂ. ഡോക്ടറെ കാര്യം, അതായത് ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് ഡോക്ടറെ പറഞ്ഞു ബ്ലീഡിംഗ് ഉണ്ടായി, രക്തം വാർന്നു പോയി എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അതിനിടയിലാണ് മറ്റൊരു വാർത്ത പരന്നത്, ഈ ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിക്കുന്നു. അത് എത്രമാത്രം മാരകമാണ് ഡോക്ടറുടെ അഭിപ്രായത്തിൽ? കട്ട പിടിക്കുന്നു എന്നല്ല, നമ്മൾ ഈ റിബ്സ് കൊണ്ട് നമ്മുടെ പ്ലൂറൽ ക്യാവിറ്റി, ലങ് ക്യാവിറ്റിയിൽ റിബ്സ് കൊള്ളുമ്പോൾ ഡാമേജ് ഉണ്ടായിട്ട് രക്തം അവിടെ വാർന്ന് ഒഴുകുക ചെയ്യുക. അപ്പോൾ രക്തം കുറച്ച് കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് മിനിമൽ എഫ്യൂഷൻ എന്ന് പറയും, നമ്മൾ ഹീമോതൊറാക്സ് എന്ന് പറയും. അപ്പോൾ കുറച്ചുള്ളൊരു ബ്ലഡ് അവിടെ ഉണ്ട്. അത് കൂടുകയാണെങ്കിൽ മാത്രമേ നമ്മളൊരു ചെസ്റ്റ് ട്യൂബ് ഇട്ടിട്ട് ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോഴത്തെ നിലയിലും പിന്നെ കൂടുതൽ ഉണ്ടായിട്ടില്ല. അത് ഇന്നലെ കണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഫർദറായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. രക്തം കട്ട പിടിക്കുകയല്ല, രക്തം കട്ട പിടിക്കുക എന്ന് ഉദ്ദേശിച്ചത് അവിടെ കുറച്ച് കെട്ടിക്കിടക്കുന്നു എന്നുള്ളതായിരുന്നു. അത് വളരെ മിനിമൽ എഫ്യൂഷനാണ്, മിനിമലായിട്ടുള്ള
തൊറാക്സ് ആണ്. അപ്പോൾ അതിന് നമ്മളൊരു ഇൻ്റർവെൻഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വി ആർ മോണിറ്ററിങ്. അപ്പോൾ ഷീസ് ഹോൾഡിങ് ദ ഓക്സിജൻ ലെവലും BP-യും അതെല്ലാം ഹോൾഡ് ചെയ്യുന്നു. ഷീ സ്റ്റേബിളായിട്ട് ഡൈനാമിക്കലി സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഓൺ വെന്റിലേഷൻ. ഈ ലങ്സ് മാത്രമാണ്. ബ്രെയിനും ഷീസ് ബെറ്റർ. ബ്രെയിനിൻ്റെ ഇഞ്ചുറിയിലും നമുക്ക് കാര്യമായ പുരോഗതി പ്യൂപ്പിൾസിലേക്ക് ഇന്ന് കാണാവുന്നുണ്ട്. ആൻഡ് വി ആർ വെയിറ്റിംഗ്. നമ്മളൊരു 24 ഇന്നലെ മുതൽ 24 hours വെയിറ്റ് ചെയ്യുന്നത്. 24 hours വെയിറ്റ് ചെയ്തിട്ട് വിൽ ടേക്ക് എ കോൾ ആഫ്റ്റർ ദാറ്റ്. ഡോക്ടർ, ഇപ്പം അവരുടെ ആരോഗ്യനില സ്റ്റഡി ആയിട്ട് തുടരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ കോൺഷ്യസ് ആണോ ഇപ്പോൾ? ബോധമുണ്ടോ ഇപ്പോൾ? SKN നമ്മൾ ഇന്നലെ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് നമ്മൾ സെഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഡിസോറിയൻറ്റഡ് ആയിരുന്നു, ഇത്തിരി അൺകോൺഷ്യസ് മാതിരിയായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ സെഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഷ്യസ് ലെവൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളത് ആ 24 hours കഴിഞ്ഞിട്ട് സെഡേഷൻ വീൻ ചെയ്ത് കഴിയും. കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ നോക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും അഗ്രസീവായിട്ട് പോകുന്നില്ല. ഇതിന് ടൈമാണ് കൊടുക്കേണ്ടത്. ടൈം കൊടുത്ത് തന്നെ അത് പതുക്കെ ശരിയായി വരും. അത് ഈ ഏറ്റവും അവസാനം ഡോക്ടർ ഇന്ന് വെളുപ്പിന് അവർ കാണുമ്പോൾ ഡോക്ടറുടെ മനസ്സിൽ തോന്നിയ കാര്യം എന്തായിരുന്നു? ആ വീഴ്ചയുടെ വ്യാപ്തി വെച്ചിട്ട് ഞാൻ കാണുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു മുഖത്ത് ഫുൾ. ഇന്നലെ നമ്മൾ 2 യൂണിറ്റ് ബ്ലഡൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയായിരുന്നു ഇന്നലെ കണ്ടപ്പോൾ. സ്കാനിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും പക്ഷേ മാരകമായിട്ടുള്ളത് അതീവ ഗുരുതരമല്ലായിരുന്നു. ഗുരുതരമാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തേക്കാളും ഐ ആം ഹാപ്പി. ഇന്ന് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുണ്ട്. പക്ഷേ ക്രിട്ടിക്കാലിറ്റി ഈസ് ഓൾവേസ് ദെയർ. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഷീ ഈസ് എ വണ്ടർഫുൾ വുമൺ. ഷീ ഷുഡ് കം ഔട്ട്. അതാണ് ഞാനും വിചാരിക്കുന്നത്. ഷീ വിൽ കം ഔട്ട്. അല്ല, എപ്പോഴും വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നടക്കുന്ന ഒരു നിയമസഭാ അംഗമാണ് ഈ ഉമ്മ തോമസ്. മാത്രമല്ല PT തോമസിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ എല്ലാവർക്കും പ്രിയങ്കരിയാണ് അവർ. നമ്മളൊക്കെ കാണുമ്പോഴൊക്കെ തന്നെ വലിയ സന്തോഷത്തോടെ പെരുമാറും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ അവർ മറച്ചു വയ്ക്കും. നമ്മുടെയൊക്കെ വളരെ സൗമ്യമായുള്ള അവരുടെ പെരുമാറ്റം, ചിരി നിറഞ്ഞ ഓരോരോ അന്വേഷണങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഷോക്കായിട്ട് പോയി. കാര്യം അവർക്ക് യഥാർത്ഥത്തിൽ ഇത്തിരി തടി കൂടുതലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും ഒരു ആഴത്തിലേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ശരീരത്തുണ്ടാകുന്ന ക്ഷതം, ഇതൊക്കെ നമ്മൾ ആലോചിച്ചു പോയി. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ഈ നിങ്ങളുടെ അവിടുത്തെ വിദഗ്ധ സംഘം വളരെ ക്ലോസ് നിരീക്ഷണത്തിലാണെന്ന് അറിയാം. ഇത് കൂടാതെ ഇപ്പോൾ ആരൊക്കെയാണ് നിങ്ങളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്? അത് ഒരു വാട്ട് യു സെഡ് SKN പറഞ്ഞൊരു വാസ്തവമാണ്. ഒരു ഒബീസാണ്. അതൊരു ഒബീസിറ്റി ഒരു ചെറിയൊരു ഫാക്ടറാണ്. അതർവൈസ് നമുക്ക് ഇപ്പോൾ പേടിക്കേണ്ട ഒരു ഘട്ടം തരണം ചെയ്തിട്ടില്ല. നമ്മൾ വാച്ച്ഫുള്ളാണ്, നമ്മൾ കെയർഫുള്ളാണ്. നമുക്കൊരു ഹോൾ ടീമുണ്ട്. നമ്മളുടെ പോളിട്രോമ ടീമുണ്ട്. ന്യൂറോ സർജൻ, കാർഡിയോളജിസ്റ്റ്, പ്ലാസ്റ്റിക് സർജൻ, ENT, ജനറൽ സർജൻ, ഓർത്തോപെഡിക് എല്ലാവരും ഇന്നലെ കണ്ടിട്ടുണ്ട്. എല്ലാവരും അസസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ക്ലോസ് വാച്ചിലാണ്. പിന്നെ നമ്മളുടെ ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമും ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അവർ ഇന്നലെ വന്ന് എല്ലാം അസസ് ചെയ്ത് അവരും ലേറ്റായിട്ടാണ് പോയത്. അതർവൈസ് ഷീ സ്റ്റേബിൾ നൗ. ഡോക്ടറെ പോലെ ഒരു പരിണതപ്രജ്ഞനായ ഒരു പ്രൊഫഷണലിനോട് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മെഡിക്കൽ സംഘത്തോടും അത് പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കേരളം മുഴുവൻ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ മുകളിൽ നല്ല സമ്മർദ്ദം ഉണ്ടെന്നും എനിക്കറിയാം. കാരണം അവരെ പോലെ വളരെ പ്രശസ്തയായ ഒരു വനിത ICUവിൽ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും മുഴുവൻ ശ്രദ്ധയും നിങ്ങൾ കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ റിനൈ മെഡിസിറ്റി എന്ന ആശുപത്രിയുടെ 24 മണിക്കൂർ ശ്രദ്ധയും അവരുടെ മുകളിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി. കാരണം ഉമ്മ തോമസ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. വളരെ ശരിയാണ്. ഞങ്ങളും വളരെ ആത്മബന്ധമുള്ളവരാണ്. PT ആയിട്ടായാലും ചേച്ചിയായിട്ടായാലും വളരെ ക്ലോസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു MLA അല്ലേ. വളരെ പ്ലസൻ്റായിട്ട് മാത്രം കാണുന്ന ഒരു MLA ആണ്. ഓൾവേസ് സ്മൈലിങ് ആൻഡ് ഓൾവേസ് ഹെൽപ്പിങ്. അപ്പോൾ പിന്നെ അവരുടെ മക്കളുണ്ട്, വിഷ്ണു ആൻഡ് വിവേക് അവിടെ തന്നെയുണ്ട്. ഞാൻ അവരായിട്ടും ഇന്നലെ രാത്രി ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടാണ് അവരെ വിട്ടത്. അവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. ബട്ട് ദെൻ certain things are unavoidable. ഇതൊരു നമ്മളും ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് അല്ലേ ഇതെല്ലാം. ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ലല്ലോ ഇങ്ങനെ വീഴും എന്നുള്ളത്. പക്ഷേ അതൊരു ഇങ്ങനെ ഒരു ഇവൻറ്റ് ഉണ്ടായി. ബട്ട് ദെൻ വി വിൽ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ തിങ്ക് ഷീ സ്ട്രോങ്. ഷീ ഷുഡ് കം ഔട്ട്. ഒരു കാര്യം കൂടി ഡോക്ടർ, ഇനിയിപ്പം അവരുടെ ചികിത്സയിൽ റിനൈ മെഡിസിറ്റി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ അഭിമുഖം നിർത്താൻ, പിന്നീട് ബന്ധപ്പെടാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ കാര്യത്തിൽ?
ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, ഒബ്സർവേഷൻ. അപ്പോൾ പതുക്കെ നമ്മൾ 24 hours ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്കൊരു ഏകദേശം ഒരു നോളജ് കിട്ടും എങ്ങനെയാണ് എന്ത് ചെയ്യണം. എന്തായാലും ഒരു ഇൻ്റർവെൻഷൻ, ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ്റെ ഒരു ആവശ്യം ഇപ്പോഴത്തെ നിലയ്ക്കില്ല. സോറി, ഞാൻ ഇന്നലെ വളരെ ലേറ്റ് ആയിട്ട്. സാരമില്ല, എനിക്ക് മനസ്സിലാവുന്നു ഡോക്ടർക്ക് ചുമയ്ക്കാം, അതൊന്നും കുഴപ്പമില്ല. ചുമയൊക്കെ സ്വാഭാവികമായ കാര്യമാണെന്ന് 24 ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. ഒരു ആവശ്യമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. ഒബ്സർവേഷൻ ചെയ്തിട്ട് ഈ ലങ് ഇഞ്ചുറി നമ്മൾ കെയർഫുൾ ആവണം. ഇനി ഒരു ന്യൂമോണിയ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിവേ നമ്മൾ നല്ല ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്, രണ്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം കവേർഡാണ്. ഇന്ന് HB നോക്കിയപ്പോഴും ഇന്നലെ ഒരു HB ഡ്രോപ്പ് ഉണ്ടായിരുന്നു, 8 വന്നായിരുന്നു. ഇന്നിപ്പോൾ 11.4 പിന്നെ ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ബ്ലീഡിങ് ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. വി ആർ പ്ലാനിങ് ഫോർ ഒരു ചെക്ക് CT ഒന്ന് ചെയ്യും, ഒരു ചെക്ക് ചെയ്യാനുള്ള ഒരു CT ഇന്ന് ചെയ്യും കോൺട്രാസ്റ്റ് വെച്ചിട്ട്. അത് പതുക്കെ എപ്പോഴെങ്കിലും ഫ്രീ ഒന്ന് സ്റ്റെബിലൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി വിൽ നോ ഇനി എന്തെങ്കിലും ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മാത്രം. പക്ഷേ HB ഡ്രോപ്പ് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയെല്ലാം സ്റ്റേബിളാണ്. കിഡ്നി ഫംഗ്ഷനോ വൈറ്റൽസോ ഇലക്ട്രോലൈറ്റ്സോ എല്ലാം ഇപ്പോൾ നോർമലായിട്ടായിരിക്കുന്നത്. താങ്ക് യു ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത്. എന്തായാലും അങ്ങയുടെ ഒരുപാട് സമയം ഞാൻ ഇനി അപകരിക്കുന്നില്ല. അങ്ങ് എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയും അങ്ങയുടെ ഈ അഭിമുഖം അവസാനിപ്പിച്ച് അങ്ങ് നേരെ ICUവിൽ പോയി ഉമാ തോമസിനെ കാണുക, തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുക. അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കേരളം മുഴുവൻ ഇപ്പോൾ പ്രാർത്ഥനാ നിർഭരമാണ് ഉമാ തോമസിന് വേണ്ടി. താങ്ക് യു. നിങ്ങൾക്കറിയുന്ന പോലെ കൊച്ചി ഇർണൈ മെഡിസിറ്റിയിലാണ് ഈ ഉമാ തോമസിനെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ICUവിലാണ്. അതിൻ്റെ ചെയർമാനും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്താണ് നമുക്കൊപ്പം ചേർന്നത്.